ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആലു ബട്ടർ നാൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 3 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കപ്പളവല്ലെങ്കിൽ നിങ്ങളൊരു ഗ്ലാസ്സിന് അളന്നെടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നിങ്ങൾക്ക് ഇളക്കി മിക്സ് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, കൂടി പോണ്ട. അപ്പോൾ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ തൈരാണ് ചേർക്കുന്നത്. അധികം പുളിപ്പില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. ഞാൻ എടുത്തിട്ടുള്ള യോഗേർട്ടാണ് കേട്ടോ. നാടൻ തൈരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിക്കുക. ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ല പോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് തിളപ്പിച്ച വെള്ളം എടുക്കണ്ട, ചെറിയ ചൂടുള്ള വെള്ളം എടുക്കുക. എന്നാലും ഈസ്റ്റ് പെട്ടെന്ന് തന്നെ ആക്റ്റീവായി കിട്ടും കേട്ടോ. അപ്പോൾ നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ചൂടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചാൽ മതി. 1 മണിക്കൂർ കൊണ്ട് തന്നെ നല്ല പോലെ തന്നെ മാവായി കിട്ടും. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞതാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത്. ഉള്ളി നമുക്ക് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഇറച്ചി മസാലയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഇറച്ചി മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾ, മുളക്, മല്ലി, ജീരകം എല്ലാം കൂടെ, ഗരം മസാല എല്ലാം കൂടെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മസാലയുടെ ഇതൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ. അപ്പോൾ കാണാത്തവർക്ക് അത് വേണമെങ്കിൽ കണ്ടു നോക്കാം. ഇനി ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ഒന്ന് ഉപ്പിട്ടിട്ടൊന്ന് പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ്. അതിട്ടിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഒരുപാട് മസാലകളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല ആകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ തന്നെ എല്ലാ ഫ്ലേവറും അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ മുളകൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുളകൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ മസാലയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താൻ പറ്റും. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചതിന് ശേഷം കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് സിമ്പിളായിട്ടുള്ളൊരു മസാലയാണ്, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ വളരെ അരിഞ്ഞെടുക്കാനൊന്നും ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഇനി ഒരുപാട് സമയം തീയിൽ വെക്കേണ്ട ആവശ്യമില്ല, ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. 1 മണിക്കൂറായപ്പോൾ തന്നെ നല്ല പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഒരുപാട് വലിയത് വേണമെന്നുണ്ടെങ്കിൽ വലുതാക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് ചെറുതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പത്തിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുത്തുക. അപ്പോൾ കയ്യിൽ കുറച്ചൊന്ന് ഓയിൽ തടവിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് കിട്ടും. ഇനി നമ്മൾ സാധാരണ ഇത് കുറച്ച് പൊടി ഇട്ടിട്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ആദ്യം ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മസാല ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ എത്രത്തോളം വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഉരുളക്കനുസരിച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒരുപാട് കുറഞ്ഞു പോകണ്ടെന്നാൽ ഒരുപാട് കൂടി പോകണ്ട. കൂടി പോയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പൊട്ടിപ്പോകട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ചുട്ടിയിട്ട് 2 ഭാഗവും നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. പിന്നെ പൊടിയിട്ടിട്ട് നമ്മളിതൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് നൈസാക്കിയിട്ട് പരത്തിയെടുക്കരുത്. നൈസായിട്ട് പരത്തുകയാണെങ്കിൽ നമ്മുടെ ആ ഉരുളക്കിഴങ്ങൊക്കെ പുറത്ത് വരും. കുറച്ച് കനത്തോട് കൂടി തന്നെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതിന് മുമ്പ് ഒരുപാട് ഞാൻ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈസ്റ്റ് ഇല്ലാണ്ട് കാണിച്ചിട്ടുണ്ട്, ഈസ്റ്റ് ഇട്ടിട്ടും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റ് ഇല്ലാണ്ട് ഞാൻ ഗോതമ്പിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബേസ് ഈ ഒരു മാവ് ഈസ്റ്റ് ഇല്ലാണ്ട് വേണമെങ്കിൽ അങ്ങനെ കുഴച്ചെടുക്കുക. നോക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി. പരത്തിയതിന് ശേഷം നമ്മൾ വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. ഇത് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മറ്റേത് നമ്മൾ വലിയ ഒരു ഇതായിട്ട് റൊട്ടി പോലെ പൊങ്ങി വരും. അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഒരു തവ ചൂടാക്കിയിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കുക. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ചുട്ടെടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ 2 ഭാഗം ഒന്ന് നന്നായിട്ട് ആയി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിൽ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക. ബട്ടർ തന്നെ തേക്കുക കേട്ടോ. നെയ്യ് തേച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റ് അല്ല കിട്ടുക. അപ്പോൾ ബട്ടർ തന്നെ തേച്ച് കൊടുക്കുക. 2 ഭാഗത്തും ബട്ടർ നല്ല പോലെ തന്നെ ആക്കി കൊടുക്കുക. ബട്ടർ നമ്മൾ ചൂടോട് കൂടി തന്നെ
ഇതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ബട്ടർ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്നുകൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒരുപാട് സമയം പിന്നെ തവയിൽ വെക്കരുത് കേട്ടോ. ബട്ടർ ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ കരിയും. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ അതിൻ്റെ മുകളിലിട്ടിട്ട് നമുക്കിത് ഓരോന്നായിട്ട് കോരി മാറ്റാം. എന്നിട്ട് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് എൻ്റെ ഒരു വീഡിയോയിൽ കാണാം. ഓക്കേ.